ഹലോ, വെൽക്കം ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മുടെ അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 31ാമത്തെ ചോദ്യത്തിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ രണ്ടെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് 32ാമത്തെ ചോദ്യമാണ്. അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 32ാമത്തെ ചോദ്യം? ഗിവ് മീനിങ് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് ജസ്റ്റ് മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത് മൂന്നെണ്ണത്തിൻ്റെ. ഏതൊക്കെയാണത്? ഒന്ന് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, രണ്ട് ഇഷ്യൂഡ് ക്യാപിറ്റൽ, മൂന്ന് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ ആൻഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഈ മൂന്നെണ്ണത്തിൻ്റെയും മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് മീനിങ് എന്ന് നോക്കാം. ഓക്കെ, 32ാമത്തെയാണ്. എന്താണ് ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? എന്തായിരുന്നു? ഓതറൈസ്ഡ്, ദെൻ ഇഷ്യൂഡ്, ദെൻ സബ്സ്ക്രൈബ്ഡ്. സോ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ക്വസ്റ്റ്യൻ. എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ? ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ that a company is authorized to issue to the public as per its MOA. എന്താണ് MOA? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. എന്തായിരുന്നു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ? മെമ്മറാണ്ടം ഈസ് ദ ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ഓഫ് എ കമ്പനി ആൻഡ് വിച്ച് ഈസ് കമ്പൾസറി. ഓക്കെ, അതറിയാലോ അല്ലേ? ആൻഡ് അതിൽ പറയുന്നത് എന്താണ്? കമ്പനിയും ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. സോ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റലിനെയാണ് എന്തെന്ന് പറയണത്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്താണ്? ഒരു കമ്പനിക്ക് ആ കമ്പനീൻ്റെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം ഒരു ജനങ്ങൾക്ക്, അതായത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റലിന് നമ്മൾ എന്തെന്ന് പറയും? എന്താണ്? ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ആൻഡ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലിനെ തന്നെ നമ്മൾ എന്തെന്നും പറയും? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നോമിനൽ ക്യാപിറ്റൽ. സോ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നോ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്നോ പറഞ്ഞാൽ എന്താണ്? രണ്ടും സെയിം ആണ്. നോമിനൽ ക്യാപിറ്റലും ഓതറൈസ്ഡ് ക്യാപിറ്റലും വൺ ആൻഡ് സെയിം ആണ്. രണ്ടും സെയിം ആണ്. ഓക്കെ, ദെൻ രണ്ടാമത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? ഇഷ്യൂഡ് ക്യാപിറ്റലാണ്. ഒന്നാമത് ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. അതാണ് നമ്മുടെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എ നമ്മൾ കാണിച്ചതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ. രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് ഇഷ്യൂഡ് ക്യാപിറ്റലാണ്. എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ? ദ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ that is actually offered to the public for subscription. എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്തായിരുന്നു? നമ്മുടെ കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന, ഓഫർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഒരു ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഉണ്ട്. പക്ഷേ അതെന്താണ്? നമുക്കറിയാം, നമ്മൾ പറഞ്ഞാലും ചിലപ്പോൾ അത്ര എമൗണ്ട് നമ്മൾ കൊടുക്കാറില്ല, അല്ലെങ്കിൽ അങ്ങനെയുണ്ട്. സോ എന്താണ്? ആക്ച്വലി നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് എന്ത്? നമ്മുടെ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് എന്താണ്? വിച്ച് ഈസ് ആക്ച്വലി ഇഷ്യൂഡ് ടു ദ പബ്ലിക്. പബ്ലിക്കിന് ആക്ച്വലി ഇഷ്യൂ ചെയ്ത നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? ദ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ആക്ച്വലി ഓഫേർഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത് ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു? സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ പറഞ്ഞു, അതിൻ്റെ ഒരു ഷെയറിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇനി നോക്കാനുള്ളത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, ദ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. എന്താണ്? ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓതറൈസ്ഡിൻ്റെ ഒരു ഭാഗമാണ്, എന്നാൽ നമ്മളത് ആക്ച്വലി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. സോ അപ്പോൾ അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ദെൻ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്?
നമ്മൾ പബ്ലിക്കിന്, അതായത് ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്താണ്, പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുത്തതാണ്. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ്. അതിൽ ഈ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, ആക്ച്വലി ഈ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ദാറ്റ് പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റലിനെ നമ്മൾ എന്തെന്ന് പറയും, നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ആ പോർഷൻ എന്താണ്, ദ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. പബ്ലിക് ആക്ച്വലി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ആ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് 3 എണ്ണം. ദെൻ ഇതിനെ 3നെയും കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓതറൈസ്ഡിൻ്റെ ഒരു ബാക്കി അല്ലെങ്കിൽ ഓതറൈസ്ഡിൻ്റെ ഒരു പോർഷനാണ് എന്ത്, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനാണ് എന്ത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇതിനെങ്ങനെ കണക്ട് ചെയ്ത് എഴുതാം, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇഷ്യൂഡ് ക്യാപിറ്റൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതായത് എന്താണ്, നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ, ദെൻ അതിൽ കുറവായിരിക്കും എന്ത്, ഇഷ്യൂഡ് ക്യാപിറ്റൽ, ദെൻ അതിലും കുറവായിരിക്കും എന്ത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. മനസ്സിലായോ? ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്, ഓതറൈസ്ഡ് ടു ഇഷ്യൂഡ്, ഇഷ്യൂഡ് ടു സബ്സ്ക്രൈബ്ഡ്. മനസ്സിലായല്ലോ? എന്തായിരുന്നു 32nd ക്വസ്റ്റ്യൻ? നമ്മുടെ എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ, അതുപോലെ എന്താണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. നമ്മുടെ ഒന്നും കൂടെ പറയാം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരം പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഷെയർ ക്യാപിറ്റലിനെയാണ്, മാക്സിമം നമ്പർ അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ എന്തെന്ന് പറയും, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ തന്നെ നമ്മൾ നോമിനൽ ക്യാപിറ്റൽ എന്നും പറയും. എന്താണ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ഓൾസോ കോൾഡ് നോമിനൽ ക്യാപിറ്റൽ. ദെൻ പിന്നെ ചോദിച്ചിട്ടുള്ളത് ഇഷ്യൂഡ് ക്യാപിറ്റൽ ആയിരുന്നു. എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ? ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ദ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി എന്താണ്, ഇഷ്യൂഡ് ടു ദ പബ്ലിക്. അതായത് പബ്ലിക്കിന് ആക്ച്വലി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ദെൻ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. അതായത് പബ്ലിക് ആക്ച്വലി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ആ പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇത് 3ഉം പരസ്പരം കണക്റ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണത് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ പോർഷനാണ് ഇഷ്യൂഡ്, ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ പോർഷനാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ദെൻ ഇതിൽ തന്നെ എന്തെന്ന് പറയാം, ഏറ്റവും കൂടുതൽ വലിയൊരു എമൗണ്ട് ആരായിരിക്കും, ഓതറൈസ്ഡ് ആയിരിക്കും. അതിൻ്റെ ചെറുതായിരിക്കും ആര്, ഇഷ്യൂഡ്. അതിൻ്റെയും ചെറുതായിരിക്കും എന്ത്, നമ്മുടെ ഈ 3rd വൺ, അതായത് ഇഷ്യൂഡിൻ്റെയും താഴെ വരുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി നമുക്ക് അതായിരുന്നു 32ാമത്തെ ചോദ്യം. ഇനി നമുക്ക് 33ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് 33ാമത്തെ? അതിലും ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം. 33-ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് എനി 3 purposes ഫോർ വിച്ച് സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരം സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലുള്ള എമൗണ്ടിനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള 3 purpose അല്ലെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്ന 3 purpose എന്താണ്? ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് കൊണ്ടുള്ള ഒരു ഉപയോഗം, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് കമ്പനീസ് ആക്ട് പ്രകാരം എങ്ങനെയാണ്? സ്റ്റേറ്റ് എനി 3 purposes ഫോർ വിച്ച് സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. ആ സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു 3 purpose-ആണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻസർ നോക്കാം. 33ാമത്തേൽ 1, 3 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള 3 കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഫസ്റ്റ് വൺ? ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. എന്താണ്? ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് യൂട്ടിലൈസ് ചെയ്യും? ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലുള്ള എമൗണ്ട് ആണ് യൂസ് ചെയ്യുക. എപ്പോൾ? ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ട ടൈമിൽ നമ്മൾ ഈ ഒരു എമൗണ്ട് ആണ് യൂട്ടിലൈസ് ചെയ്യാറുള്ളത്. ഓക്കെ. 2,
റൈറ്റിംഗ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദ കമ്പനി. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പ്രിലിമിനറി എക്സ്പെൻസസ്. ഓക്കെ, ഈ പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എഴുതിത്തള്ളാൻ. പ്രിലിമിനറി എക്സ്പെൻസസ് എഴുതിത്തള്ളാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലുള്ള എമൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. എന്താണ്? റൈറ്റിംഗ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദ കമ്പനി. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് റൈറ്റിംഗ് ഓഫ് എക്സ്പെൻസസ്, കമ്മീഷൻ ഓർ ഡിസ്കൗണ്ട് ഓൺ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്. എന്താണ്? എക്സ്പെൻസസ്, കമ്മീഷൻ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ്. ഈ എക്സ്പെൻസും കമ്മീഷനും ഡിബെഞ്ചറിൻ്റെയോ അല്ലെങ്കിൽ ഷെയറിൻ്റെയോ മുകളിലുള്ള ഷെയറിൻ്റെയോ ഇഷ്യൂവിൽ വന്നിട്ടുള്ള ഡിസ്കൗണ്ട്, ഈ കാര്യങ്ങളൊക്കെ എന്താണ്? റൈറ്റ് ഓഫ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യും? ഈ ഒരു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലുള്ള എമൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സോ ഇതാണ് മൂന്നെണ്ണം. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മളോട് ചോദ്യം എന്തായിരുന്നു? കമ്പനീസ് ആക്ട് പ്രകാരം എന്താണ് സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു 3 പർപ്പസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഏത് എമൗണ്ടാണ് യൂസ് ചെയ്യുക? ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലുള്ള എമൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? രണ്ടാമത്തത് റൈറ്റിംഗ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദ കമ്പനിയാണ്. നമ്മുടെ കമ്പനിയിലുള്ള പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യാൻ സമയത്ത്, അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു എമൗണ്ടാണ് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലുള്ള എമൗണ്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത് റൈറ്റിംഗ് ഓഫ് എക്സ്പെൻസസ്, കമ്മീഷൻ ഓർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്. കമ്മീഷൻ, അതുപോലെ തന്നെ കമ്മീഷൻ, എക്സ്പെൻസ്, അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഓർ ഷെയർസ്, ഇതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യാനും നമ്മൾ ഏത് എമൗണ്ടാണ് യൂസ് ചെയ്യുക? ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലുള്ള എമൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് മെയിനായിട്ട് വരുന്ന പേർപ്പസസ്. എന്തിൻ്റെ? നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഏതെങ്കിലും ഒരു 3 എഴുതാൻ പറഞ്ഞു. ഈ 3 മെയിനായിട്ട് നമ്മൾ ആ ഒരു എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതി. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് 33 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് 33 തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതെന്താണെന്ന് നോക്കാം. 33 2. വാട്ട് ഈസ് മെൻറ്റ് ബൈ പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്? എന്താണ് ഈ പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. വാട്ട് ഈസ് മെൻറ്റ് ബൈ പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്? Then state how unpaid amount on allotment and calls money of shares held by the shareholder is calculated in case of pro rata allotment of shares. State how unpaid amount on allotment and calls money of shares. എങ്ങനെയാണ് നമ്മൾ അൺപെയ്ഡ് എമൗണ്ട് ഓൺ അലോട്ട്മെൻറ്റും അതുപോലെ അലോട്ട്മെൻറ്റ് മണിയിലെയും കോൾ മണി ഷെയർസിൻ്റെയും അൺപെയ്ഡ് എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇഫ് ഇറ്റ് ഈസ് ഹെൽഡ് ബൈ ദ ഷെയർ ഹോൾഡർ. ഓക്കെ, അതെന്താണ്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഇൻ കേസ് ഓഫ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസിൻ്റെ കേസിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്തിട്ടുള്ള അൺപെയ്ഡ് എമൗണ്ട് ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ മണി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അൺപെയ്ഡ് എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് അതിൽ വരുന്ന മറ്റൊരു ചോദ്യം. മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ആണ്. ആഫ്റ്റർ ദാറ്റ് എങ്ങനെയാണ് അൺപെയ്ഡ് എമൗണ്ട് ഓൺ കോൾ ആൻഡ് അലോട്ട്മെൻറ്റ് മണി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ 33 ഓർ ക്വസ്റ്റ്യൻ. 33 രണ്ടാമത്തെ ചോദ്യം വരുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ഇതാണ് 33 രണ്ടാമത്തെ ചോദ്യം. നമ്മളടുത്ത് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് എന്താണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്നുള്ളതാണ്. പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്താണ്? പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഈസ് ദ പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർസ് to applicants when a company receives more applications than available shares, ensuring fair distribution. എന്താണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്? നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കമ്പനിക്ക് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഷെയർസിനേക്കാളും കൂടുതൽ അപ്ലിക്കേഷൻ നമ്മുടെ കമ്പനിക്ക് വന്നാൽ എന്താണ്? നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഷെയർസിനേക്കാളും
എന്താണ് ആപ്ലിക്കേഷൻ നമുക്ക് കൂടുതൽ വന്നാൽ എന്താണ് കൂടുതൽ വരുമ്പോൾ എന്ത് ചെയ്യും ദ പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഈസ് ദ പ്രൊപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർസ്. അപ്പോൾ എന്ത് ചെയ്യും ഷെയർസിനെ നമ്മൾ പ്രപ്പോർഷണലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ ആപ്ലിക്കൻസിന് കൊടുക്കും. എന്താണ് ഇറ്റ് ഈസ് ദ പ്രപ്പോർഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർസ് ടു ദ ആപ്ലിക്കൻസ് വെൻ എ കമ്പനി റിസീവ്സ് മോർ ആപ്ലിക്കേഷൻസ് ദാൻ അവൈലബിൾ ഷെയർസ് എൻഷുറിങ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഫെയർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ്, ഈക്വലായിട്ട് അതായത് തുല്യമായിട്ട് വീതിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്താണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അവരുടെ കൈവശമുള്ള ഷെയർസിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്താൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് വന്നാൽ ആ കമ്പനി എന്ത് ചെയ്യും? അവരുടെ ഷെയർസിനെ പ്രപ്പോർഷണലായിട്ട് ഈക്വൽ പ്രപ്പോർഷനിൽ എല്ലാ ആപ്ലിക്കൻസിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്താണ്? ഫോർ ദ ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈക്വലായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ തുല്യമായിട്ട് കൊടുക്കണം എന്നുള്ളൊരിത് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ഷെയർസിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ആ ഓരോ ആപ്ലിക്കൻസിനും നമ്മുടെ ഷെയർസ് എന്ത് ചെയ്യും? ഈക്വലായിട്ട് ആ ഒരു അനുപാതത്തിൽ പ്രപ്പോർഷനിൽ എന്ത് ചെയ്യും? വീതിച്ച് കൊടുക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയാം. എന്താണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്? ഇനി നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് അൺപെയ്ഡ് എമൗണ്ട് കാണാൻ എങ്ങനെയാണ് കാണുക എന്നാണ്. കാൽക്കുലേഷൻ ഓഫ് അൺപെയ്ഡ് എമൗണ്ട് ഓഫ് കോൾ ഓർ അലോട്ട്മെൻ്റ് ആണ്. അൺപെയ്ഡ് എമൗണ്ട് എങ്ങനെ കാണുന്നതാണ് ചോദ്യം. സോ ഫസ്റ്റ് എന്താണ്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഇഷ്യൂഡ് ഷെയർസ് ടു അപ്ലൈഡ് ഷെയർസ്. ആദ്യം എന്ത് കാണണം? ഇഷ്യൂഡ് ഷെയർസും അപ്ലൈഡ് ഷെയർസും തമ്മിലുള്ള റേഷ്യോ കാണണം. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഇഷ്യൂഡ് ഷെയർ ടു അപ്ലൈഡ് ഷെയർസ്. ഇഷ്യൂഡ് ഷെയർസ് ടു അപ്ലൈഡ് ഷെയർസ്. ഇഷ്യൂഡ് ഷെയറും അപ്ലൈഡ് ഷെയറും തമ്മിലുള്ള എന്ത് കാണണം? റേഷ്യോ കാണണം. സോ എങ്ങനെയാണത്? അലോട്ട്മെൻറ്റ് റേഷ്യോ ഈക്വൽ ടു ഷെയർസ് ഇഷ്യൂഡ് ഡിവൈഡഡ് ബൈ ഷെയർസ് അപ്ലൈഡ്. എന്താണ്? അലോട്ട്മെൻറ്റ് റേഷ്യോ ഈക്വൽ ടു ഷെയർസ് ഇഷ്യൂഡ് ഡിവൈഡഡ് ബൈ ഷെയർസ് അപ്ലൈഡ്. ഷെയർസ് ഇഷ്യൂഡ് ബൈ ഷെയർസ് അപ്ലൈഡ് ആണ്. ഷെയർസ് ഇഷ്യൂഡ് ഡിവൈഡഡ് ബൈ ഷെയർസ് അപ്ലൈഡ്. അതാണ് ഒന്നാമത്തത്. ആ അലോട്ട്മെൻറ്റ് റേഷ്യോ കാണാം. അപ്ലൈഡ് ഇഷ്യൂഡ് ഷെയർസ് ടു അപ്ലൈഡ് ഷെയർസ്. ദെൻ രണ്ടാമത് ഡിറ്റർമൈൻ ആക്ച്വൽ ഷെയർസ് അലോട്ടഡ് ടു ദ ഷെയർ ഹോൾഡർ യൂസിങ് ദ റേഷ്യോ. രണ്ടാമത് കാണേണ്ടത് എന്താണ്? ആക്ച്വൽ ഷെയർസ് അലോട്ടഡ് ആണ്. ആക്ച്വൽ ഷെയർസ് അലോട്ടഡ് ടു ദ ഷെയർ ഹോൾഡർ യൂസിങ് ദ റേഷ്യോ. നമുക്ക് അലോട്ട്മെൻറ്റ് റേഷ്യോ കാണാനാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അങ്ങനെ നമ്മൾ അലോട്ട്മെൻറ്റ് റേഷ്യോ കണ്ടു, ഷെയർസ് ഇഷ്യൂഡ് ബൈ ഷെയർസ് അപ്ലൈഡ് എന്ന് വെച്ചിട്ട്. ദെൻ ഈ ഒരു അലോട്ട്മെൻറ്റ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ എന്ത് ഡിറ്റർമൈൻ ചെയ്യണം? ആക്ച്വൽ ഷെയർസ് അലോട്ടഡ്. ആക്ച്വലി എത്ര ഷെയർസാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണാം. എന്ത് വെച്ചിട്ട്? ഈ അലോട്ട്മെൻറ്റ് റേഷ്യോ വെച്ചിട്ട്. ഓക്കെ, ഷെയർ ഹോൾഡർക്ക് ആക്ച്വലി എത്ര ഷെയർസാണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഫ്രം ഷെയർ ഹോൾഡർ ഓൺ ദോസ് അലോട്ടഡ് ഷെയർസ്. നമ്മൾ അലോട്ട്മെൻറ്റ് റേഷ്യോ കണ്ടതിന് ശേഷം ആ റേഷ്യോ വെച്ചിട്ട് ഷെയർ ഹോൾഡർ ടോട്ടൽ എത്ര ഷെയർസാണ് അലോട്ട് ചെയ്തതെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ കാണുന്നത് ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഫ്രം ഷെയർ ഹോൾഡർ ഓൺ ദാറ്റ് അലോട്ടഡ് ഷെയർസ്. ആ ഒരു അലോട്ടഡ് ഷെയർസിന് നമ്മുടെ ഷെയർ ഹോൾഡർക്ക് എത്ര എമൗണ്ടാണ് മൊത്തത്തിൽ ഡ്യൂ ആയിട്ടുള്ളതെന്നാണ് നമ്മൾ പിന്നെ കാണേണ്ടത്. ഓക്കെ, എങ്ങനെയാണത് കാണുക? അതായത് ആപ്ലിക്കേഷൻ മണി പ്ലസ് അലോട്ട്മെൻറ്റ് പ്ലസ് കോൾസ്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ എമൗണ്ട് ഡ്യൂ കാണുക. ഓക്കെ, എന്താണ്? ആപ്ലിക്കേഷൻ പ്ലസ് അലോട്ട്മെൻറ്റ് പ്ലസ് കോൾസ്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഫ്രം ഷെയർ ഹോൾഡർ ഓൺ ദോസ് അലോട്ടഡ് ഷെയർസ് എന്ന് കിട്ടും. അതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസ്റ്റ് എക്സസ് അപ്ലിക്കേഷൻ മണി ഈഫ് എനി. നമുക്ക് ഇനി എങ്ങാനും അവിടെ എക്സസ് അപ്ലിക്കേഷൻ മണി ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇഫ് ദർ ഈസ് എനി എക്സസ് അപ്ലിക്കേഷൻ മണി ജസ്റ്റ് അഡ്ജസ്റ്റ് ഇറ്റ്. അതായത് അപ്ലിക്കേഷൻ മണി എക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് എന്താണ്?
ഇനിയാണ് നമ്മൾ അൺപെയ്ഡ് എമൗണ്ട് കാണുന്നത്. ഇത്രയും സംഭവങ്ങൾ ഈ ഒരു 4 സ്റ്റെപ്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൺപെയ്ഡ് എമൗണ്ടിലോട്ട് എത്തുന്നത്. സോ അൺപെയ്ഡ് എമൗണ്ട് ഓൺ അലോട്ട്മെൻറ്റ് ഓർ കോൾസ് ഈക്വൽ ടു എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ടഡ് ഷെയർസ് മൈനസ് അപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റഡ്. എന്താണ്? ദ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ടഡ് ഷെയർസ് മൈനസ് അപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ മണി. അതായത് നമ്മുടെ ഈ സ്റ്റെപ്പ് 3 മൈനസ് സ്റ്റെപ്പ് 4 ആണ് എന്ത്, അൺപെയ്ഡ് എമൗണ്ട് ഓൺ അലോട്ട്മെൻറ്റ് ഓർ കോൾസ് എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു അത്? അൺപെയ്ഡ് എമൗണ്ട് ഓൺ അലോട്ട്മെൻറ്റ് ഓർ കോൾസ് ഈക്വൽ ടു എന്താണ്, എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ടഡ് ഷെയർസ് മൈനസ് അപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റഡ്. എന്താണ്? എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ടഡ് ഷെയർസ് മൈനസ് അപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റഡ്. അതാണ് നമ്മുടെ എന്ത്, അൺപെയ്ഡ് എമൗണ്ട് കാണാനുള്ള ഒരു ലാസ്റ്റ് വന്നിട്ടുള്ള ഇക്വേഷൻ. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് എന്ന് ചോദിച്ചു. ദെൻ ആഫ്റ്റർ ദാറ്റ് അൺപെയ്ഡ് എമൗണ്ട് ഓൺ കോൾ ഓർ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് കാണാമെന്ന് ചോദിച്ചു. അപ്പോൾ പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്പനിയുടെ കയ്യിലുള്ള ഷെയർസിനേക്കാൾ കൂടുതൽ ആപ്ലിക്കേഷൻ കമ്പനിക്ക് റിസീവ് ആയി കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യും, കമ്പനിയുടെ ഷെയർസിനെ ഈ എല്ലാ ആപ്ലിക്കൻസിനും ഒരേ പ്രപ്പോർഷനിൽ വീതിച്ചു കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത് ഒരു ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫെയർ ആയിട്ട് കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രോറാറ്റ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഈ അൺപെയ്ഡ് എമൗണ്ട് കാണുക? ഫസ്റ്റ് നമ്മൾ റേഷ്യോ ഓഫ് എന്താണ്, ഷെയർസ് ഇഷ്യൂഡ് ടു ഷെയർസ് അപ്ലൈഡ് കാണണം. അതായത് അലോട്ട്മെൻറ്റ് റേഷ്യോ ഈക്വൽ ടു ഷെയർസ് ഇഷ്യൂഡ് ഡിവൈഡഡ് ബൈ ഷെയർസ് അപ്ലൈഡ്. അപ്പോൾ നമുക്ക് ആ റേഷ്യോ കിട്ടും. ദെൻ ആ റേഷ്യോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വൽ ഷെയർസ് അലോട്ടഡ് എത്രയാണെന്നുള്ളത് കാണണം. ഷെയർ ഹോൾഡർക്ക് ആക്ച്വലി നമ്മൾ എത്ര ഷെയർസാണ് അലോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ അലോട്ട്മെൻറ്റ് റേഷ്യോ വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് എന്താണ്, കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഫ്രം ഷെയർ ഹോൾഡർ ഓൺ ദോസ് അലോട്ടഡ് ഷെയർസ്. അതായത് ആപ്ലിക്കേഷൻ പ്ലസ് അലോട്ട്മെൻറ്റ് പ്ലസ് കോൾസ് ചെയ്താൽ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഫ്രം ഷെയർ ഹോൾഡർ എന്നുള്ളത് കിട്ടും. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എന്തെങ്കിലും എക്സസ് അപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്ലിക്കേഷൻ മണി ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, അതുണ്ടെങ്കിൽ മാത്രം. ദെൻ അൺപെയ്ഡ് എമൗണ്ട് ഓൺ അലോട്ട്മെൻറ്റ് ഓർ കോൾസ് ഇനിയാണ് കാണേണ്ടത്. അതായത് ഈ 3rd സ്റ്റെപ്പ് മൈനസ് 4th സ്റ്റെപ്പാണ്. അതായത് എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ടഡ് ഷെയർസ് മൈനസ് application money adjusted. So unpaid amount equal to amount due on allotted shares minus എന്താണ്, application money adjusted. ഇതാണ് നമ്മുടെ 33ാമത്തെ ചോദ്യത്തിലെ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് 32ഉം അതുപോലെ 33ൽ വരുന്ന 2 ക്വസ്റ്റ്യൻസും ഓർ ക്വസ്റ്റ്യനും കൂടെ ചേർത്തിട്ട് അങ്ങനെ ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.